സ്നേഹമുള്ളവരെ, നമ്മൾ ഒത്തിരി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളുമൊക്കെ കാത്ത് സൂക്ഷിക്കുന്നവരാണ്. നമുക്ക് പലതും പ്രിയപ്പെട്ടതാണ്. കാരണം നമ്മുടെ ജീവിത സ്വഭാവ രൂപീകരണത്തിൽ ഇവയൊക്കെ അതിൻ്റെതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം, എല്ലാ പാരമ്പര്യങ്ങളും എല്ലാ ആചാരങ്ങളും ഒരേപോലെ പ്രാധാന്യമുള്ളതല്ല. ചിലതിനൊക്കെ കാലം മാറുന്നതനുസരിച്ച് അതിൻ്റെ യഥാർത്ഥ നന്മയും അർത്ഥവും അതിലെ സത്യങ്ങളും മൂല്യങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു കൂട്ടം മനുഷ്യർ ഇപ്രകാരമുള്ള ആചാരത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. യേശുവിനെയും യേശുവിൻ്റെ ശിഷ്യന്മാരെയും ഈ ആചാരങ്ങളുടെ എതിരാളികളായിട്ട് അവർ ചിത്രീകരിക്കുക. ഉദാഹരണത്തിന്, കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു എന്നുള്ള ആരോപണം. ആരോഗ്യത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും ചില പ്രശ്നങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അത്ര പ്രാധാന്യമുള്ള ഒരു കാര്യമൊന്നുമായിരുന്നില്ല അത്. പക്ഷേ ഈ പാരമ്പര്യവാദികൾ ഇതിനെ വലിയ കാര്യമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഇത് അവർക്ക് അംഗീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. തീർച്ചയാണ്, ഭക്ഷണമേശയിലുള്ള അല്ലെങ്കിൽ ഒരു സമൂഹത്തിലുള്ള ചില ആചാരങ്ങളും ചില മാന്യതകളും പ്രധാനപ്പെട്ടത് തന്നെയാണ്. യേശു അതിനെ നിരസിക്കുന്നൊന്നുമില്ല. യേശു ഇവിടെ വിമർശിക്കുന്നത് ചില മനുഷ്യരുടെ ചിന്താരീതികളെയാണ്, ചില മാനുഷിക നിയമങ്ങളെ. അവരുടെ അനുഭവത്തിൽ നിന്നും അവരുടെ അറിവിൽ നിന്നുമൊക്കെ അവരുണ്ടാക്കിയെടുത്ത ചില നിയമങ്ങളെ അവർ ദൈവികമായിട്ട് വ്യാഖ്യാനിക്കുന്നു. ഇതിനെയാണ് യേശു എതിർക്കുന്നത്. യേശുവിന് ഈ നിയമങ്ങൾ പുറമേയുള്ള ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രാധാന്യമുണ്ട്, അത് മനുഷ്യന് ആവശ്യവുമാണ്. എന്നാൽ ഇവയൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുവാനായിട്ടുള്ളതല്ല. അവനെ നിയമത്തിൻ്റെ കുരുക്കിൽ ശ്വാസം മുട്ടിക്കുവാനായിട്ടുള്ളതല്ല, മറിച്ച് അവനെ സഹായിക്കുവാനായിട്ടുള്ളത്. അതാണ് യേശുവിൻ്റെ നിലപാട്. അതിലുപരിയായിട്ട് ആന്തരികമായിട്ടുള്ള വിശുദ്ധിയെയാണ് യേശു ആഗ്രഹിക്കുന്നത്. മനുഷ്യർ അവരുടെ ചിന്തയിലും അവരുടെ ഹൃദയത്തിലും ശുദ്ധിയുള്ളവരായിരിക്കണം. അതാണ് പ്രാധാന്യമുള്ളത്, അതാണ് അത്യാവശ്യമായിട്ടുള്ളതും. കർക്കശമായിട്ടുള്ള മത സാമൂഹിക നിയമങ്ങൾ എല്ലാം മനുഷ്യനെ നല്ലവനാക്കുന്നൊന്നുമില്ല. മതത്തിൻ്റെ പേരിൽ, ആചാരങ്ങളുടെ പേരിൽ ഒക്കെ ലോകത്തിൽ നടക്കുന്ന ഭീകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിന് തെളിവുകളാണ്. മാത്രമല്ല, ഇങ്ങനെയുള്ള ചില ആചാരങ്ങളും മാമൂലുകളുമൊക്കെ മനുഷ്യനെ അവൻ്റെ മാനസിക തലത്തിൽ മോശമായിട്ട് സ്വാധീനിക്കാം, അവനെ ഒരു രോഗിയായിട്ട് മാറ്റാം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ദൈവികമെന്നോ മാനുഷികമെന്നോ നമുക്ക് വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും നമുക്ക് പാരമ്പര്യങ്ങളും ആചാരങ്ങളും ആവശ്യമാണ്. പലതിനെപ്പറ്റിയും നമ്മൾ അഭിമാനം കൊള്ളുന്നുമുണ്ട്. എന്നാലും നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഈ ആചാരങ്ങൾ, ഈ പ്രവൃത്തികൾ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണോ, അതോ മറ്റുള്ളവരെ വിമർശിക്കുവാനും കുറ്റപ്പെടുത്തുവാനുമായിട്ടാണോ നമ്മൾ ഇവയൊക്കെ ഉപയോഗിക്കുന്നത്? ഇതൊക്കെ ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണോ? ദൈവികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇതിലുണ്ടോ? സ്നേഹമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിമർശന ബുദ്ധിയോടുകൂടി കാണുവാനും നമ്മൾ ചെയ്യുന്നവ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മുടെയും മറ്റുള്ളവരുടെയും നന്മയ്ക്കായിട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ പാരമ്പര്യങ്ങൾ അർത്ഥമുള്ളതാകും. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.